നമസ്കാരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് SFI വിജയിച്ചു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? കേരളത്തിൽ SFIക്ക് ഏതെങ്കിലുമൊക്കെ ക്യാമ്പസുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ അറിയും. പക്ഷേ അവർ ആ കടം വീട്ടി തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് വാർത്തയേ അല്ല. ആ വൈരുദ്ധ്യം ഒന്ന് കാണണേ. ഇന്നിപ്പോ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു. 194 സീറ്റുകളിൽ 104 സീറ്റും പിടിച്ചുകൊണ്ട് SFI കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ യൂണിയൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം KSU പിടിച്ചേ എന്ന ആഘോഷം നടത്തിയവർ ഇന്നിപ്പോ അതിനെ സംബന്ധിച്ച് വാർത്ത കൊടുക്കാതെ മൗനം അവലംബിക്കുന്നുണ്ടെങ്കിൽ ഇവർ എന്താണ് ഈ നാട്ടിൽ വാർത്ത എന്ന പേരിൽ നാട്ടുകാരെ അറിയിക്കുന്നത്? അതായത് ഇടതുപക്ഷത്തിന്റെ വീഴ്ചകൾ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തിരിച്ചടികൾ, അവരുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പറ്റുന്ന വിവാദങ്ങൾ മാത്രമാണ് ഇവർക്ക് വാർത്ത. അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു വാർത്തയാണ്. കാര്യം ഈ കുസാറ്റ് പോലെ കഴിഞ്ഞ തവണ 174 സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ സന്ദർഭത്തിൽ 84 സീറ്റ് പിടിച്ചുകൊണ്ട് KSU ചക്ക വീണ് മുയൽ ചത്ത സന്ദർഭത്തിൽ വലിയ വാർത്തയായിരുന്നു. എന്നാൽ ആ ഒരു പരാജയത്തിൽ തളർന്നു നിൽക്കാതെ കഴിഞ്ഞ ഒരു വർഷം ആ ക്യാമ്പസിനകത്ത് പിള്ളേർ പണിയെടുത്തു, കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. നഷ്ടപ്പെട്ടു പോയതിനെ കടം വീട്ടി അവർ തിരിച്ചു പിടിച്ചു. 86 സീറ്റിൽ അധികാരത്തിൽ ഇരുന്നവരെ 104 സീറ്റ് പിടിച്ചുകൊണ്ട് വൈറ്റ് വാഷ് ചെയ്തെങ്കിൽ അതൊരു മികച്ച വിജയമല്ലേ? അതിനെക്കുറിച്ച് നാട്ടുകാരെ അറിയിക്കണ്ടേ? ക്യാമ്പസുകളിൽ SFI എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവന്മാരുടെ ചിലരുടെ മനോഭാവം അനുസരിച്ച് അവർ ക്രിമിനലുകളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർ ക്രിമിനൽ എന്ന് ചാപ്പ കുത്തുന്നവരെ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ വാക്കാണോ വിദ്യാർത്ഥികളുടെ മനസ്സാണോ ഈ നാട് ചർച്ച ചെയ്യേണ്ടത്? അത് കൃത്യമായിട്ട് ഇന്നിപ്പോ മന്ത്രി P രാജീവ് കൂടി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റായി പങ്കുവച്ചിട്ടുണ്ട്. നാട്ടുകാർ അത് കേൾക്കണം. SFIയുടെ വിജയം ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കുവെച്ച് നാട്ടുകാർ അറിയേണ്ട അവസ്ഥയാണ്. ആ പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ്: കഴിഞ്ഞ വർഷം SFIക്ക് നഷ്ടപ്പെട്ട കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല യൂണിയൻ ഈ വർഷം തിരിച്ചുപിടിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നത് ആഹ്ലാദകരമായ വാർത്തയാണ്. അന്നത്തെ അപ്രതീക്ഷിത തോൽവിയിൽ തളർന്നു പോകാതെ കുട്ടികൾ എണ്ണയിട്ട യന്ത്രം പോലെ ക്യാമ്പസിൽ പ്രവർത്തിക്കുകയും എല്ലാ ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് സംഘടനയെ തോളിലേറ്റുകയും ചെയ്തു. ഈ പരിശ്രമങ്ങൾക്ക് ഇതാ യൂണിയൻ തെരഞ്ഞെടുപ്പിലും ഫലവും ലഭിച്ചിരിക്കുന്നു. ഒരു വർഷത്തിനിപ്പുറം കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല SFI തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഈ വിജയം SFIക്ക് നൽകിയ മുഴുവൻ വിദ്യാർത്ഥികളെയും സർവകലാശാലയിലെ സംഘടനാ നേതൃത്വത്തെയും അനുസ്മരിക്കുന്നു. ഒരു കാർഡും കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അത്രമാത്രം ആഹ്ലാദകരമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇടത് ആശയത്തിനൊപ്പമാണെന്നും SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തുന്ന ആശയങ്ങൾക്കൊപ്പം നിലകൊള്ളാൻ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സ് പരുവപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷത്തിന് വിദ്യാർത്ഥികൾക്കിടയിലും യുവത്വങ്ങൾക്കിടയിലെല്ലാം വലിയ സ്വാധീനമുണ്ടായെന്ന് ധരിച്ചു കഴിഞ്ഞാൽ പോയില്ലേ? എന്ത് തരം മാധ്യമ പ്രവർത്തനമാണെന്ന് നാട്ടുകാർ കാണേണ്ടതാണ്. എന്തായാലും കുസാറ്റിൽ നഷ്ടപ്പെട്ടു പോയിടത്ത് തളർന്നു പോകാതെ മന്ത്രി P രാജീവ് പറഞ്ഞതുപോലെ പോരാടി നേടിയെടുത്ത ആ യുവത്വത്തിന്റെ പോരാട്ട വീര്യമുണ്ടല്ലോ, അതിനെ അഭിനന്ദിക്കാതെ തരമില്ല. ഇത്രയും മഹാവിജയം ആ ക്യാമ്പസിൽ അവർ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ പോരാട്ട വീര്യത്തെ തന്നെയാണ് തുറന്നു കാട്ടുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ക്യാമ്പസിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെയും അഭിനന്ദിക്കുകയാണ്.